സോഷ്യൽ മീഡിയയിലെ ഒബട്ടി പോകാറ് ഇയാൾ പോകാറ് ഞാൻ ഒബട്ടി ന്യൂസ് പറയുന്നില്ല. സംഭവിക്കും. എന്തായാലും നിങ്ങൾ കാത്തിരിക്കാം. എന്തൊക്കെ പ്ലാൻ ചെയ്തു അതെല്ലാം വെറുതെ നേടി വയറിലായി. നിങ്ങൾ പറയും പുള്ളി പൊട്ടനാണ്. പുള്ളി പൊട്ടണമെന്നല്ല, കരിക്കൽ നീക്കാൻ അറിയാവുന്ന 5 ലക്ഷം രൂപ ബാങ്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കല്യാണം. ഈ കല്യാണം ചത്തു പോകും. ഗേൾഫ്രണ്ട് മതി എന്താ കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിക്കുന്നത് അതൊരു വാശിയാണ്. വാശി മറ്റുള്ളവരുടെ വാശി. ഡിവോഴ്സ് ക്ലാസ് വരില്ലേ? അത് ഞാൻ കൊടുത്തോളാം. അതൊക്കെ ഞാൻ മനഃപൂർവ്വം മനസ്സിൽ കണ്ടിട്ടല്ലേ കടത്തോണ്ടല്ലോ കിട്ടും. കടത്തോണ്ടാണെങ്കിൽ കിട്ടും. അത് ആ സമയത്തിന്റെ ഒരു പ്രായത്തിന്റെ പക്കത്തൊക്കെ ഇപ്പൊ മറ്റേ ഇത് കണ്ടപ്പോ എനിക്ക് നമ്മുടെ ആഭ്യന്തര കുറ്റവാളി കണ്ടില്ലേ കഴിഞ്ഞ ദിവസം മനസ്സ് മാറി. പൈസ ശരിയാണോ? പൈസയോട് എല്ലാം പൈസ ചെയ്യുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള സിനിമകള് നമ്മള് മറ്റേ ഫ്രീ ആയിട്ട് സ്ക്രിപ്റ്റ് വന്നിട്ടേ ഭയങ്കര കുറച്ച് ബുദ്ധിവികാസം കുറവുള്ള എപ്പോഴും ഫുഡ് കഴിക്കണം. അത് 3 to 5 lakhs ആണ്. നിങ്ങൾക്ക് ചെയ്യാനും നല്ല ചാൻസ് ആയാലും അപ്ഡേറ്റ് ആവശ്യമില്ല. എനിക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് മറ്റേ വേഴ്സ്റ്റൈൽ ആക്ടിങ് ഞാൻ ചെയ്യും. വ്യത്യസ്തമായിട്ടുള്ള ാട്ട് മായാമോഹിനി, സൗണ്ട് ഓമ, ബാലം ബക്കീല്, കമലാഷിനെ അനുകരിച്ച 100 ദിവസം ഓടി പടം ഓടിയിട്ട് കാര്യം എത്ര പടം ഓടിയിരിക്കുന്നു. വിജയുടെ പടം ഓടും, രണ്ടികാലത്തിന് പടം ഓടും. ഇന്നൊരു പടം നല്ലാവും. ഓടിയോണ്ടല്ല കാര്യം. ദിലീപ് കോമഡി ഉണ്ടാക്കി. പക്ഷെ അല്ലെങ്കിൽ ഒരുപാട് ഈ മമ്മൂക്കലായിട്ടും ദിലീപേട്ടൻ ആ ഒരു സെറ്റർ ഗ്യാങ് ആണ്. പണ്ട് നേരെ മമ്മൂക്ക ദിലീപ് ജയറാമേ അറിയോ? ജയറാമ ദിലീപിനെ കൊണ്ടുവന്നു. എന്തൊക്കെ വിഷയം കോമഡി ചെയ്യാൻ പഠിക്കണം. ഫാമിലിയെ കണ്ടിന്യൂ ഇഷ്ടപ്പെട്ടു. കോമഡി അമ്മയിൽ ഇപ്പൊ ദിലീപേട്ടൻ മാറി നിന്നു. പക്ഷെ ദിലീപേട്ടനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇപ്പോൾ മമ്മൂക്ക് ലാലേട്ടനും. അറിയോ? ലാലേട്ടൻ അത്രയില്ല. ലാലേട്ടൻ അത്ര അടുപ്പം. ലാലേട്ടൻ മഞ്ജുവാരനെ സപ്പോർട്ട് ചെയ്യണം. എനിക്കറിയാൻ കൊള്ളാം. എന്തായാലും മറ്റേ അവര് കാണുമ്പോ എല്ലാ ഇതിലും ഉണ്ട് പുള്ളി. ബമ്പയിലെ ഉറപ്പില്ല. ഡേറ്റ് കൊടുത്തിട്ടില്ല. ആ പ്രൊഡ്യൂസറെ ഒരാൾ പറയണ്ടേ. പണ്ട് ദിലീപേട്ടാണ് അടുപ്പേ, ഇപ്പൊ പൃഥ്വിരാജായിട്ട് അടുപ്പം. പണ്ട് മോഹൻലാലും ദിലീപും മമ്മൂട്ടി പൃഥ്വിരാജായി. ഇപ്പൊ നേരത്തെ ഇപ്പൊ മമ്മൂട്ടി ദിലീപും മോഹൻലാൽ പൃഥ്വിരാജായി. ഹലോ, അത് വെറുതെ ആൾക്കാരെ ഡിഗ്രേഡ് ചെയ്ത നല്ല സെക്കൻഡ് ഹാഫ് തന്നെ കാണിക്കണം. ആ പെണ്ണ് തന്നെ കാണിക്കണം. കഴിഞ്ഞ ദിവസം ചാനലുകാർ പറയണ്ടായി പ്രിൻസസ് ഫാമിലി തന്നെ നല്ലോണം. അത് വെറുതെ റിവ്യൂ കൊടുത്ത് നശിപ്പിച്ചോളാം. ഞാൻ പടം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് പഴയ ദിലീപിന്റെ വരുന്നുണ്ട് കോമഡി. സെക്കൻഡ് ഹാഫ് നല്ല മെസ്സേജ് ഉണ്ട്. ഇനി വരും. ഇനി ഞാൻ പറയില്ല, ഞാൻ ലാലേട്ടൻ തിരിച്ചു വന്നു, ദിലീപേട്ടൻ തിരിച്ചു വന്നു, പ്രിൻസസ് ഫാമിലി. ഇനി നിബിൻ പോളി തിരിച്ചു വരും. ഇത് 3 പേരോട് പറഞ്ഞ ഇപ്പൊ ഓണത്തിന് 2 കണ്ണപ്പഴം പ്രതീക്ഷയില്ല. പക്ഷെ അതിലെന്താ ചെയ്യാൻ ഈ സത്യത്തിൽ പോയില്ല. ഒരേ റൂട്ടിൽ പോകുന്ന വഴി ബസ്സാണ്. പണ്ട് അതെന്താ ചെയ്യാൻ അറിയില്ല. പിന്നെ മറ്റേ യങ്സ്റ്റേഴ്സ് ഞാൻ ഇന്നാളെ നമ്മള് മറ്റേ ഈ ആവേശം ഉണ്ടായിരുന്നല്ലോ ഫഹദിന്റെ. അപ്പൊ ആ ഒരു മോഡുലേഷനിൽ ഇപ്പൊ ഫഹദ് വരുന്നുണ്ട്. ആവേശത്തിന്റെ ആ ഒരു ഇതിൽ പടം ഓടി കുതിര ചാടി കുതിര കോമഡി പടമല്ലേ? കോമഡി അൽത്താഫിന്റെ അത് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാലേട്ടൻ ഇവിടെ ഒരിക്കലും മറ്റേ ഫഹദിനോട് ഓടുന്ന കൂടെ ഏതായിരിക്കും? ഫഹദിന്റെ ആയിരിക്കും ലാലേട്ടനായിരിക്കും. ഹൃദയപൂർവ്വം ലേറ്റ് ആയിരിക്കും. സത്യനിക്കല്ല. ഇപ്പോഴത്തെ മത്സരമാണ് ആളോ. ഇപ്പോഴത്തെ മത്സരം ആളോ. ഇനി കൊമേഴ്സ് പടം അല്ല ചെയ്യുന്നത്. നല്ല അഭിനയിച്ചാൽ റോൾസ് ചെയ്യേണ്ട. ആവേശത്തോ ഏറെ വിളിച്ച് ചെയ്യേണ്ട. അവരെല്ലാം ഫാൻ ബോയ് പടങ്ങളാണ് ചെയ്യുന്നത്. ഫാൻ ബോയ് അല്ല ചെയ്യേണ്ട. മോഹൻലാൽ നടന്ന മെസ്സേജ് പടം ചെയ്യേണ്ട. താങ്കൾ ഇനി എപ്പോഴും വനിതാ തിയേറ്ററിൽ വരുന്ന അടുത്തൊന്നും വരുന്നില്ല. എന്തായാലും 27-ാം തീയതി ഒന്നും വരുന്നുണ്ട്. ഡയറക്ടർമാരെ വിളിച്ചിട്ടുണ്ട്. അഭിലാഷാട്ടോട് പറയണ്ടേ വന്നിട്ട് നോക്കും. അല്ലെങ്കിൽ നമ്മൾ വേറെ തിയേറ്ററിൽ പോകും. കാരണം ഇപ്പൊ പുള്ളിയുടെ എനിക്ക് ദേഷ്യമൊന്നും ഇല്ല തിയേറ്ററിനോടെ. പക്ഷെ ഇപ്പൊ
വീഡിയോയിലെല്ലാം തിരുവിളിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ പറയുന്നുണ്ട് ഞാൻ പുള്ളി ടിക്കറ്റ് എടുത്ത് കുഴപ്പമില്ല, കടം കാണാം. ടിക്കറ്റ് എടുത്ത് മഴ കാണുന്നത് കുഴപ്പമില്ല. ഒരു ടിക്കറ്റ് തരാന്നൊക്കെ പറഞ്ഞിരുന്നു. മറ്റേ 10 മണിക്ക് ഷോ എന്നാലും പാസ്സാണ്. വിളിക്കാറുണ്ടോ? ബിബിയേട്ടനാണ് കടയൊക്കെ വിളിക്കാറുണ്ട്. പുള്ളിയാണല്ലോ മലയാള സിനിമയിൽ നമുക്കൊരു അനിയനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ അനിയനാണ് ഞാൻ ചേട്ടനെ പോലെ കാണുന്ന പുള്ളിനെ പുള്ളിയുടെ ചേട്ടൻ അഭിനയിച്ചല്ലേ. വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. വേറെ കാര്യം അറിഞ്ഞാണല്ലോ. അബാമിന്റെ മറ്റേ ഒരു പുതിയ അബാമിന്റെ ചാനലിൽ നമ്മളെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയോ? മറ്റേ സിനിമയുടെ സീൻസ് അബാമിന്റെ ചാനൽ. അത് കണ്ടായിരുന്നോ? വിളിക്കാറുണ്ടോ? ഇന്നലെ വിളിച്ചായിരുന്നു. ബാഡ് ബോയ്സ് പടത്തെ കുറിച്ച് സത്യസന്ധമായ റിപ്പോർട്ട് റിവ്യൂ എന്താണ്? നീ കള്ളം പറയാൻ ശരിയാണോ? സത്യം പറയാറില്ല, കള്ളം പറയുന്നു. കള്ളം പറയാറുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേട്ടനത് ഇഷ്ടപ്പെട്ടു. അല്ല, അതിനെ കുറിച്ചല്ല, സിനിമ പൊതുവെ ഒരുപാട് കള്ളം പറയുന്നു. ഞാൻ സിനിമയെ സ്നേഹിക്കുന്നത് സിനിമ മാത്രല്ല, അത് വ്യക്തിപരമായ കാര്യം എല്ലാം കള്ളം പറയാന്ന് പറയുന്നു. കുറെയൊക്കെ നമുക്ക് മനസ്സിൽ കാര്യം പറയണ്ട. താങ്കൾ ഇപ്പോൾ കല്യാണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സാങ്കല്പിക പെൺകുട്ടി എങ്ങനെ ഇരിക്കണം? നമ്മുടെ എപ്പോഴപ്പോ ഞാൻ പറയുന്ന നിഖില വിമലിനെ പോലെ ഉള്ള ഒരു സ്വഭാവമാണ്. നിഖില വിമലിനെ പോലെ? നിഖില വിമലല്ല, നിഖില വിമലല്ല, നിഖില വിമലിന്റെ സ്വഭാവം ഉള്ളൊരു പെൺകുട്ടി. തന്റേടിയായിട്ടാ, നല്ല ടൈഗരിയും ബോൾഡ് തന്റേടിയായിട്ടുള്ള, കുറച്ചുകൂടിയൊക്കെ ഇന്റലിജന്റ് ആയിരിക്കണം. ഇന്റലിജന്റ് ആണോ? തനിക്ക് ഇന്റലിജന്റ് വേണ്ടേ? എനിക്ക് വേണ്ട, കുറച്ച് മണ്ടത്തരം വേണമല്ലോ. മണ്ടത്തരം വേണമല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, നിഖില വിമലിനെ നോക്കാം. എനിക്ക് കോണ്ടാക്ട് എടുത്ത അനാർക്കലി മക്കളോട് കഷ്ടായില്ലേ? അനാർക്കലിയോട് കഷ്ടായിരുന്നില്ലേ? വേണ്ട, അനാർക്കലി മരക്കാരനോട് ഇന്നലെ കൊണ്ട് വിളിച്ചാ അവരുടെ അമ്മോട് ചോദിച്ചതാ എന്റെ മോളെ കൃഷ്ണൻ പറഞ്ഞു. നിനക്കാണ് ആൾക്കാർ റാങ്ക് ഉള്ളത്, നിനക്കാണ് ആൾക്കാർ റാങ്ക് ഉള്ളത്. അനാർക്കലിക്ക് ഇനി പുതിയ കർഷകരാണ്, പ്രശ്നമൊന്നുമില്ല. കുറെ പെൺകുട്ടികൾ വിളിക്കുന്നുണ്ടല്ലോ, ഫോൺ വിളിക്കുന്നുണ്ടല്ലേ? വേണ്ട, UK നമ്മൾ രണ്ടുപേരും ട്രാപ്പ് ചെയ്താ. നീ രൂപ കൊടുത്ത 7 ലക്ഷം കൊടുത്താ? നീ വീഡിയോ കോൾ നടത്തിനാണോ പറയണത്? ഇല്ലല്ലേ, എന്നോട് ഞാൻ പറഞ്ഞു. ഞാൻ ഒന്നുമില്ല, ഞാൻ അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് അടിച്ചു കളഞ്ഞു. ഞാനാണ് കണ്ടുകൊണ്ടിരുന്ന. താങ്കൾക്ക് ഈ താങ്കളുടെ പ്രായത്തിൽ ആൾക്കാരോട് കണ്ടുപിടിക്കാൻ പാടില്ല. എന്തിനാണ്? അല്ല, തനിക്ക് ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് എന്റെ പ്രണയികൾ 45 പേര് പറഞ്ഞാൽ 40 വയസ്സും 30 വയസ്സും 45 വയസ്സും 35 വയസ്സൊക്കെ പിടിക്കാൻ പാടില്ല. ഞാൻ അതാ പിടിക്കുന്നത്. എനിക്ക് പുതിയ പെണ്ണുങ്ങൾക്ക് നെസ്റ്റല്ലോ, അവർക്ക് ആൾക്കാർ തന്നെ കോമൺ ആയിട്ടാണ് ആണ്. കുഴപ്പമില്ലെന്ന് ഞാൻ എടുക്കില്ല. അവർക്ക് തന്നെ വേണ്ട, എനിക്ക് അവര് വേണ്ട. 30 കഴിഞ്ഞ ആൾക്കാർ മറ്റേ ജീവിക്കാം. ദൈവത്തിനെ ഈ ദൈവത്തിന്റെ ഫോട്ടോ ഒരാൾക്കിന്റെ ഫോട്ടോ പെണ്ണില്ലാതെ ജീവിക്കാം, തന്നെ പോലെ അല്ല, പെണ്ണില്ലാതെ ജീവിക്കാം. എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞാൻ പണ്ട് മുതല് റൊമാൻറ്റിക്കാണ്. പണ്ട് വരെ റൊമാൻറ്റിക്. 2005 മുതല് 2016 വരെയൊക്കെ ഞാൻ എത്ര സമയത്ത് ഒരു ബാത്റൂമിൽ പോണെങ്കിൽ പോലും ബാത്റൂമിന്റെ അവിടെ വരെ ഗേൾസ് ഉണ്ടാവും കൂടെ. ഉള്ളിൽ കയറുമ്പോഴല്ല, പേടിയായോണ്ട് പ്രൊട്ടക്ഷൻ. അതുകൊണ്ട് ഇങ്ങനെ ഒരു സമയത്ത് പെണ്ണുങ്ങളെ തുളച്ചിട്ട് നടന്നത്. പിന്നെ ഫെയിം വന്നപ്പോ പലരും ചെറിയ ഇപ്പൊ ഫിലിം ഫീൽഡിൽ വന്നുകൊണ്ട് കുറച്ച് കെട്ടിപ്പിടുത്തോ ഒന്ന് ഒരു തടീനായിട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഒരു തടീനായിട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. താങ്കൾ കൈ കൊടുക്കാൻ പോയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കണ്ടല്ലോ. അല്ലെ താങ്കൾ തൊലിക്കെട്ടി, എനിക്ക് അത് മനസ്സിലാണ്. താങ്കൾ ഈ തൊലിക്കെട്ടിന്റെ രജിസ്റ്റർ എന്താണ്? എന്ത് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അത് നമുക്ക് ചെറുപ്പം അങ്ങനെയാണോ? നമ്മുടെ കസിൻ സിസ്റ്റേഴ്സും നമ്മളെ പലപ്പോഴും അവഗണിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു ടൈപ്പിലേ നമ്മൾ പോകുള്ളൂ. മനസ്സങ്ങനെ സ്ട്രോങ് ആണ്, എപ്പോഴും സ്ട്രോങ് ആണ്. അമ്മൂമ്മ എണീക്കുന്നു. അമ്മമ്മക്ക് ഇപ്പൊ 3 അറ്റാക്ക് കഴിഞ്ഞു. എപ്പോഴും 2 അറ്റാക്ക് വരാൻ പറ്റുള്ളൂ. എപ്പോഴും മരിക്കാവുന്ന ഡോക്ടർമാർ ചെറുപ്പം എടുത്ത് വളർത്തിയ ആളല്ലേ? എന്നാലും ഒരു പ്രായത്തിന്റെ അവസ്ഥ കൊണ്ട് ഞാൻ പറഞ്ഞതാ. എല്ല് പോലെ ഇപ്പൊ ഇതാക്കി എപ്പോഴും വരുന്ന ഡിസംബറിൽ വരും. അപ്പൊ പിള്ളേരെ ആറാടിക്കുകയാണ്. ഈ ഗ്ലാമറിന്റെ രഹസ്യം എന്താണ്? ഗ്ലാമറിന്റെ രഹസ്യം ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അതാണ് രഹസ്യം. പേരെ കണ്ടിട്ട് ഞാൻ പോണില്ല. പിന്നെ പിന്നെ ആട്ടയായിട്ട് കമ്പൈൻ ചെയ്തോ രണ്ടും?
ടൈം പിന്നെ ഒരുപാട് ഗേൾസ് ആയിട്ടുള്ള റീൽസ് പറ്റിയുണ്ട്. നമ്മൾ കൂടെ എനിക്ക് കുറച്ച് ഗേൾഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവരൊന്നും റീൽ ചെയ്യില്ല. പക്ഷെ ആ ടൈം കൊണ്ടൊന്നും ആൾക്കാരെ റീൽ ചെയ്യുന്നതുകൊണ്ട് നമ്മള് അത്യാവശ്യം ഇപ്പൊ ഒരു പടം ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ഹരിക്കുട്ടൻ സിനിമ എന്നാണെന്നൊരു പടം ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ ചെയ്യുന്നുണ്ട് നിന്റെ കഥ. അപ്പൊ അങ്ങനെ ഉണ്ടാവും അതിനകത്ത് റോൾ മോഡൽ ദിലീപല്ലേ? അവന്റെ വീട്ടിൽ ഷൂട്ട് ചെയ്യാം. താങ്കളുടെ റോൾ മോഡൽ ദിലീപല്ലേ? റോൾ മോഡൽ ദിലീപല്ലേ? ദിലീപേട്ടന്റെ ഒരു കരിയർ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്കളുടെ എല്ലാം ശരിയായിക്കൊണ്ട് ബുദ്ധിരാക്ഷസനായ പൊട്ടനെ അഭിനയിക്കുന്ന ബുദ്ധിരാക്ഷസൻ, പൊട്ടനെ അഭിനയിക്കുന്ന ബുദ്ധിരാക്ഷസൻ. ഞാൻ ഫിറോസ് പറഞ്ഞായിരുന്നു, നീ അല്ല മണ്ടൻ, നിന്നെ കളിയാക്കുന്നവരാണ്. ഇപ്പൊ അങ്ങനെ പലരും പറയുന്നുണ്ടോ? ഞാൻ നിന്റെ മാരേജിന് പോയ കാര്യം വീഡിയോ ഇട്ടപ്പോ കമന്റ്സ് അടിക്കുന്ന അവരാ മണ്ടന്മാർ, നീ അല്ല. അതീവ കരിക്കൽ നീക്കുന്ന ബുദ്ധിമാൻ.